ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടിയുടെ വളർച്ചയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആഹാരത്തിനെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ തലയിൽ തേക്കുന്ന, അതായത് തലയോട്ടിയിൽ തേക്കുന്ന ഹെയർ പാക്ക്, ഹെയർ മാസ്ക്, അതുപോലെ തന്നെ ഹെയർ സ്പ്രേ, എണ്ണകള്, ഇതിനെയൊക്കെ പറ്റി പലർക്കും പല സംശയങ്ങളാണല്ലേ. ഈ ഇടയ്ക്ക്, അതായത് ഒരു 6 മാസം ആയി കാണും, വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ട്, അതായത് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത്. അത് കുറേ ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുമുണ്ട്, പക്ഷേ കുറേ ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാതെ പോകുന്നുമുണ്ട് കേട്ടോ. ഈ റിസൾട്ട് കിട്ടിയവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ചെറിയ ചെറിയ മുടികൾ വരുന്നുണ്ട്, പക്ഷെ അത് മുകളിലേക്ക്, അതായത് നീളം വയ്ക്കുന്നില്ല എന്നൊരവസ്ഥ അവർ പറയാറുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽ ആൾക്കാർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഉപയോഗിച്ചു, എനിക്ക് നേരത്തെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എത്ര മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അതിനേക്കാളും ഇരട്ടിയായിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടെന്നും കുറേ ശതമാനം ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ മുടികൾ വരുന്നുണ്ട്, പക്ഷേ എനിക്കത് നീളം വയ്ക്കുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യമായ പരിചരണവും കാര്യങ്ങളും നടത്താത്തത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചത് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഉപയോഗിച്ചു നേരത്തെ ഉണ്ടതിനേക്കാളും കൂടുതൽ ഇരട്ടിയായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുവെന്ന്. ചില ആൾക്കാർക്ക് അതിൻ്റെ കണ്ടൻസ്, അതായത് റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടറിലുള്ള കണ്ടൻസ് ചില ആൾക്കാർക്ക് അത് പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ. ഇങ്ങനെ പ്രശ്നമുള്ളവർ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്യാതിരിക്കുക. 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അല്ല കിട്ടിയതെങ്കിൽ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഇതല്ലാതെ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാനും, അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരാനും, അതുപോലെ തന്നെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സ്പ്രേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹെയർ സ്പ്രേ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ സ്പ്രേ എന്ന് പറയുന്നത് ഒന്നിലധികം കണ്ടൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഏതൊക്കെ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോസ് ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. നമുക്കറിയാം, പണ്ടൊക്കെ എണ്ണ കാച്ചി തേക്കുന്നവരുണ്ടല്ലേ. എണ്ണ കാച്ചുന്ന സമയത്ത് കുറേ പച്ചിലകൾ, അതായത് ഹെർബ്സൊക്കെ, അതായത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹെർബ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ അരച്ചിട്ട് ഈ എണ്ണയിൽ ചേർത്ത് നമ്മൾ ചൂടാക്കി തേക്കാറുണ്ട്. ഈ എണ്ണയിൽ നമ്മൾ ചേർത്ത് തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കുറച്ച് ദിവസം നമുക്ക് പ്രിസർവേറ്റീവായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നശിച്ചു പോകാതെ കുറച്ച് ദിവസം നമുക്ക് എണ്ണയിൽ ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് എണ്ണയിൽ ഇത് മിക്സ് ചെയ്ത് എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആൾക്കാർ എണ്ണ കാച്ചി വെച്ചിട്ട് തേച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിലാണെങ്കിൽ നമ്മുടെ തലമുടി വളരാനും, അതുപോലെ തന്നെ നമ്മുടെ തലയിലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ഐറ്റംസും അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഹെർബ്സൊക്കെ അരച്ച് വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നതെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ ഗുണവും കൂടെ നമ്മുടെ തലയ്ക്കും അതുപോലെ തന്നെ സ്കാൽപ്പിനും മുടിക്കൊക്കെ കിട്ടും. നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ മോയ്സ്ചറാക്കി വയ്ക്കാനും ഈ വെളിച്ചെണ്ണ സഹായിക്കുകയെ. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പല തരത്തിലുള്ള ഹെർബ്സ് ഇടുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു എന്നും ചില കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൂടാക്കുക എന്ന പ്രോസസ്സ് ഇല്ലാതെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയറിന് പറ്റിയ ഒരു ഹെയർ സിറം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ സ്പ്രേ നിരന്തരം നമ്മൾ തലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മൾ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും, ഇത് മാത്രമല്ല നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും കുറഞ്ഞതൊരു 3 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൂട്ട് എന്താണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കാര്യത്തിലായാലും, അതായത് സ്കിന്നിൻ്റെ കാര്യത്തിലായാലും, ഹെയറിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടോ. നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ചീപ്പ് എന്ന് പറയുമ്പോൾ അത്ര വില കുറവല്ല, പക്ഷേ നമ്മൾ മറ്റുള്ള സാധനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്, എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയാണ്. ആംല ഹെയർ ഓയിൽ, ഡാബർ ആംല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് തേക്കാവുന്നതാണ്. നല്ലൊരു എണ്ണയാണ് കേട്ടോ. നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും, അതുപോലെ തന്നെ നല്ല തിക്കിൽ വളരാനും, നല്ല ആരോഗ്യത്തോടെ വളരാനും, അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ കിട്ടാനും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആംലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഒരു 1-2 നെല്ലിക്ക എടുക്കാം. അത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അധികം ദിവസം വെക്കേണ്ട സാധനമല്ല. ഒരു 1-2 ആഴ്ച വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് മുകളിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്പ്രേ വച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് 1-2 നെല്ലിക്ക മതി നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു 1-2 ആഴ്ചത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാമെന്ന്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ, 1 അല്ലെങ്കിൽ 2 ആഴ്ച വരേക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഹെയറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ നെല്ലിക്കയിൽ വൈറ്റമിൻ ഇ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാൻ, അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിലൊക്കെ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോവേരയാണ് കേട്ടോ. അലോവേരയിലും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ഹെൽത്ത് അതായത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് മാറാനും നല്ല സ്ട്രോങ് ആൻഡ് സിൽക്കി ഷൈനി ഹെയർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ അകാലനരയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അകാലനരയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഹെയർ സ്പ്രേ പ്രയോജനപ്പെടും കേട്ടോ. അതായത് നമ്മുടെ അലോവേര അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ മുടി വളരാത്തതിന് കാരണം നമുക്ക് മുടി വളരുന്നുണ്ട്, പക്ഷേ അത് ഒരു ഒരു പരിധി വരെ എത്തുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നു, സ്പ്ലിറ്റൻസ് വന്ന് പൊട്ടിപ്പോകുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ നല്ല മോയ്സ്ചർ കണ്ടീഷനിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേര അപ്ലൈ ചെയ്യുന്നത്. അലോവേര നമ്മുടെ ഹെയറിൻ്റെ അതായത് നമ്മുടെ സ്കാൽപ്പിലെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമില്ലാത്ത ഡ്രൈനസ് മാറ്റാനും അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു 2 നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു തണ്ട് കറ്റാർ വാഴ മതി കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് അത് നമ്മുടെ ടേപ്പറിങ് ആയിട്ട് വയ്ക്കണം. ടേപ്പറിങ് എന്ന് പറയുമ്പോൾ നീളം വീതി കൂടിയ ഭാഗം താഴെയും വീതി കുറഞ്ഞ ഭാഗം മുകളിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ വരുന്നത് കാണാം. ആ സൊല്യൂഷൻ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് ബാക്കി നമ്മൾ അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഫ്ലഷ് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഹെയർ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യുക, അതായത് ഇത്രയും മെനക്കെടാൻ വയ്യ എങ്കിൽ നമ്മുടെ അലോവേരയുടെ ഇല എടുത്തതിന് ശേഷം 2 സൈഡും കട്ട് ചെയ്ത്, അതായത് ആ മുള്ള് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള ഫ്ലഷ് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് 2 നെല്ലിക്ക, അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് അലോവേരയുടെ ജെല്ല്, അതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ ഉലുവയുടെ വെള്ളം വേണം കേട്ടോ. അതായത് 1 സ്പൂണ് ഉലുവ തലേ ദിവസമേ കുതിരാൻ വേണ്ടി നല്ല വൃത്തി കഴുകിയതിന് ശേഷം കുറച്ച് 1 ഗ്ലാസ്സോ അര ഗ്ലാസ് വെള്ളം, നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും വെള്ളം എടുക്കാം കേട്ടോ. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂണ് ഉലുവ ഇടാം. അര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പറയുന്നത് അര ഗ്ലാസ് വെള്ളത്തിന് കണക്കാക്കിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ ഉലുവ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു 7-8 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളറാവും. ആ സമയത്ത് നമുക്ക് ആ വെള്ളം അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം എടുക്കണം. അടുത്ത് നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് കേട്ടോ. തുളസി ഇപ്പം കൃഷ്ണ തുളസി ആയാലും രാമതുളസി ആയാലും ഏത് തുളസി വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മുടെ പേനൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ. അതായത് നമ്മുടെ തുളസിയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു സ്മെല്ല് കാണും കേട്ടോ. ആ സ്മെല്ലും കൂടെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തുളസി സഹായിക്കും. ഈ ധാരാളം പേനുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ചില കുഞ്ഞുങ്ങളുടെ തല നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്മെല്ല് കാണും, ഒരു പുണ്ണിൻ്റെ, അതായത് എന്താ പറയുക, കുറച്ച് കാലാവധിയായ പുണ്ണ് സ്മെല്ല് എടുക്കത്തില്ലേ, ആ ഒരു സ്മെല്ല് ചില കുഞ്ഞുങ്ങൾക്ക് കാണും. താരനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് കാണും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സ്പ്രേ സഹായിക്കും കേട്ടോ. അതായത് നമ്മൾ തുളസിയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട്. ഇപ്പോൾ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് എടുത്തത് കൊണ്ട് അത്ര സ്മെല്ല് കാണത്തില്ല, പക്ഷേ നമ്മൾ അരച്ചാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ല് കാണും. അതുകൊണ്ട് നമ്മൾ തുളസി ഇതിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കൈതോന്നി, അതായത് ഭൃംഗരാജ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇലയും പൂവും എടുക്കാം. സാധാരണ പണ്ടൊക്കെ ആൾക്കാർ എണ്ണ കാച്ചുന്ന സമയത്ത് ഇത് മൊത്തത്തിലെടുക്കും. ഇല, തണ്ട്, പൂവ്, അതുപോലെ തന്നെ ഇതിൻ്റെ വേര് കഴുകിയതിന് ശേഷം അതിൻ്റെ വേര് വിട്ട് എണ്ണ കാച്ചുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഇലയും പൂവും മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കയ്യിൽ കിട്ടുമെങ്കിൽ മാത്രം എടുക്കുക. ഇതും നല്ല രീതിയിൽ അരച്ച് ഇതെല്ലാം കൂടെ നല്ലവണ്ണം അരച്ചതിന് ശേഷമാണ് നമ്മളിത്
അതിൻ്റെ ജ്യൂസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ചില ആൾക്കാർക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നം ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് തലയിലിട്ടതിന് ശേഷം കഴുകി കളയാം. ഇങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ കുളിച്ചതിന് ശേഷവും ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം എന്ന് പറയുന്നത് ഇത് അധികം ഒട്ടിപ്പിടിക്കുന്നതോ സ്മെല്ലോ, തുളസി ഇട്ടത് കൊണ്ട് അധികം സ്മെല്ലൊന്നും കാണത്തില്ല. അതുകൊണ്ട് സ്മെല്ലോ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യില്ലേ, അതേ ഒരു മെത്തേഡിൽ തന്നെ ഇതും സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് വേണമെങ്കിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഇതുപോലെ നമുക്ക് ഇപ്പം പറഞ്ഞ ഹെയർ സ്പ്രേ ചെയ്തില്ലെങ്കിൽ കഞ്ഞിവെള്ളം നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണ്. അത് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക, കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനെ നമ്മൾ ലയിപ്പിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും നമ്മുടെ മുടിയുടെ വളർച്ചയിൽ ഉണ്ടാകും കേട്ടോ. മുടിയുടെ വളർച്ച മാത്രമല്ല സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാനും ഇച്ചിങ് എല്ലാം മാറാനും എല്ലാം വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം ചുമ്മാ എടുത്ത് വെളിയിൽ കളയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നമുക്ക് തലയിൽ തേക്കാൻ ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിലും കൊള്ളാം. അല്ല എങ്കിൽ ഇന്ന് നമ്മൾ രാവിലെ തയ്യാറാക്കിയ വെള്ളം നമുക്ക് വൈകിട്ടോ ഉച്ചയ്ക്കോ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പം കയ്യിൽ ഏതാണ് ലഭ്യമാകുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ഹെയർ സ്പ്രേയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഹെയർ സ്പ്രേ ആണ്. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 ഹെയർ സ്പ്രേ ആണെന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.